നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷമാണ് ഈ അദാനി ഈ രൂപത്തിൽ തഴച്ചു വളർന്നത്. ഗുജറാത്തിലാണ് അദ്ദേഹം വ്യവസായം ആരംഭിച്ചത്. 2001 ബീഭത്സമായ ഒരു കലാപം ഗുജറാത്തിൽ നടന്നത് നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവുമല്ലോ. മോദി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എത്രയോ മനുഷ്യരെയാ കൊന്ന്. ആ കലാപത്തിന്റെ ഭാഗമായി മോദിയെ ജനങ്ങൾ വെറുത്തു. അദ്ദേഹം അമേരിക്ക സന്ദർശിക്കാൻ അനുമതി ആവശ്യപ്പെട്ടപ്പോൾ അമേരിക്ക അനുമതി നിഷേധിച്ചു. അത്രയും വെറുക്കപ്പെട്ട ഒരാളായി. ഗുജറാത്തിലെ സാമൂഹ്യ സംഘടനകളൊക്കെ അദ്ദേഹത്തിന്റെ പരിപാടി വേണ്ടെന്ന് വെച്ചു. പുറത്തിറങ്ങാൻ പറ്റാത്ത നിലയിൽ നാണം കെട്ടു നിൽക്കുമ്പോൾ അവിടുത്തെ അന്നത്തെ ഒരു ചെറുകിട വ്യവസായിയായി ഗൗതം അദാനി ഒരു സംഘടന ഉണ്ടാക്കി മോദിക്ക് പരിപാടികൾ സംഘടിപ്പിച്ച് മോദിയെ പതുക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിച്ചു. അങ്ങനെയാണ് അദ്ദേഹം അന്നത്തെ ആ ദുരന്ത കാലത്ത് നിന്ന് പതുക്കെ വെളിച്ചത്തിലേക്ക് വന്നത്. അതിന് പ്രത്യുപകാരമായി ഈ ഗൗതം അദാനിക്ക് സമ്പത്ത് വാരിക്കൂട്ടാൻ കൈയച്ച് സഹായിച്ചു മോദി. ഗുജറാത്തിലെ ഒരു വലിയ തുറമുഖം, അതിനോടനുബന്ധിച്ച ഏതാണ്ട് 25,000 ഏക്കർ ഭൂമി ചുരുങ്ങിയ വിലക്ക് അദാനി കമ്പനിക്ക് കൊടുത്തു. അങ്ങനെ പതുക്കെ വളർന്നു വന്ന അദാനി ഇന്ത്യയിൽ വൈദ്യുതി ഉൽപാദന രംഗത്തെ പ്രമുഖ കമ്പനി, സ്വകാര്യ കമ്പനിയാണ്. എന്ത് കിട്ടി BJP-ക്കാർക്ക്, അല്ലെങ്കിൽ പാവപ്പെട്ട മനുഷ്യർക്ക്? BJP-ക്കാരിലും പാവപ്പെട്ടവരുണ്ടല്ലോ, RSS-ൽ പാവപ്പെട്ടവരുണ്ടല്ലോ. എന്ത് കിട്ടി ജനങ്ങൾക്ക്? സാമ്പത്തിക അസമത്വം വർദ്ധിച്ചു വരുന്ന ഒരു നാടായി നമ്മൾ മാറി. പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവരാവുക, സമ്പന്നന്മാർ വലിയ സമ്പന്നന്മാരാവുക.